നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസാലി തന്റെ അഖീദയെ സംബന്ധിച്ച് സംസാരിച്ച ഭാഗത്ത് കാണാം മിൻഹാജുൽ ആബിദീനിൽ. വലിയ കുറ്റമാണ് കുഫ്ർ. അല്ലാഹു തആല നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വൻകുറ്റം കുഫ്റാണ്. രണ്ടാമത്തേത് ഏതാ? ഈ സദസ്സിനോട് ചോദിച്ചാൽ, ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ പറയും കള്ളു കുടിക്കല്, വ്യഭിചരിക്കല്, അതുപോലുള്ള വൻകുറ്റങ്ങൾ വലിയ കുറ്റം തന്നെയാണ്. പക്ഷെ അതല്ല രണ്ടാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ വൻകുറ്റം അൽ ബിദ്അത്തു, ബിദ്അത്താണ്. കള്ളത്തൊരീക്കത്തുകാരനെ ഇനി പറയണ്ട. സുബ്ഹാനല്ലാഹ്. അദ്വൈതവാദങ്ങൾ കള്ളത്തൊരീക്കത്തിന്റെ കാരന്റെ പിഴവ് വഹാബികളെക്കാൾ പിഴച്ചുപോയി. എന്തൊക്കെ വാദങ്ങൾ! ഇക്കാണതൊക്കെ അള്ളയാണെന്നാ ഒരു നൂരിശക്കാരൻ എന്നോട് സംസാരിച്ചു. പട്ടിക്കാട് അബ്ദുള്ള ഹാജി, അവരുടെ ഒരു മുരീദ് എന്നോട് പറഞ്ഞു, അബ്ദുള്ള ഹാജി താടിയുള്ള അള്ളാഹുവാണ്. എന്നോട് പറഞ്ഞതാ, താടിയുള്ള പടച്ചവനാണ്. താടി മീശയില്ല. അങ്ങനെ കൂട്ടി ഞാൻ പറഞ്ഞു കാഫറായി പോകും. അയാൾ പറഞ്ഞു കാഫറല്ല, എന്തായാലും വേണ്ടിയില്ല. സംഭവം അങ്ങനെ മുസ്ഫറാല്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളെന്നോട് പറഞ്ഞതാ. എന്റെ ചാലിയത്തെ റൂമെന്നാ അത് പറഞ്ഞത്. ഞാൻ അയാളെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. അന്ന് മുതൽ ഞാൻ അയാളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയാളെന്റെ അടുത്ത് വന്നിട്ടില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പിഴച്ചുപോയി ഈ ത്വരീഖത്തുകാർ. ചെമ്മാട് സുന്നിപ്പള്ളിയുടെ ഇപ്പുറത്ത് നിന്ന് ഒരു നൂരിഷ ക്ലാസ് നടക്കും, പ്രസംഗം നടക്കും. നൂരിഷയുടെ ഒരു ഖലീഫ, അയാൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയപ്പെടുന്നു. റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ കയ്യിൽ ബിദ്അത്ത് പറ്റിയാൽ, പിഴവ് പറ്റിയാൽ തിരുത്തി കൊടുക്കൽ ഈ ഉമ്മത്തിന് നിർബന്ധമാണെന്ന് അയിമ്മത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അവരെ ആ വിഷയത്തിൽ തുടരാനും പാടില്ല. അയാൾ പ്രസംഗിക്കുകയാണ്, സമൂഹത്തോട് പറയുന്നു, ഞാൻ ആ സദസ്സിന്റെ പിന്നിലുണ്ട്. മമ്പുറം സലാത്ത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് നിന്ന് കേൾക്കുകയാണ്. വ്യാഴാഴ്ചയിൽ അയാൾ ചോദിക്കുന്നു, തെങ്ങ്, കവിങ്ങ്, കവുങ്ങ്, കവുങ്ങ് അതിന്റെ ഭാഷ എന്ന് പറഞ്ഞുകൂടാ, പ്ലാവ്, ഇങ്ങനെ ഓരോ മരങ്ങളുടെ പേര് പറഞ്ഞു. സമൂഹമേ, നിങ്ങളുടെ മനസ്സിൽ വല്ലതും വരുന്നുണ്ടോ? എല്ലാവരും വല്ലതും വന്നോ? ആചാര്യ വല്ലതും വന്നോ? അപ്പൊ വന്ന് തെങ്ങ് നരുമ്പോ നീണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നൊരു തലമ്പ് ഇങ്ങനെ വന്ന്, കവുങ്ങ് പറഞ്ഞ പിന്നെ വണ്ണല്ലാതെ നീണ്ടിട്ടാണ് പോയിട്ട് പിന്നൊരു ഇങ്ങനെ, പ്ലാവ് പറഞ്ഞ കുറച്ചാണ് പോയിട്ട് പിന്നെ ഇങ്ങനെ വിനവിനെ വിനങ്ങനെ അങ്ങനെ ഇങ്ങനെ ഹി ഹു അങ്ങനെ ഒക്കെ വന്ന് ഇങ്ങനെ വന്ന്, ഇതൊക്കെ അയാൾ പറഞ്ഞിട്ട് പറയാം. അല്ലാഹ് വല്ലതും മനസ്സിൽ വന്നോ? വന്നു. എന്താ വരാള്? ആരെങ്കിലും പടച്ചവനെ കണ്ടുക്കണോ? പടച്ചവനെ കണ്ടുക്കണോ? ഇല്ല, വന്നിട്ടില്ല. സദസ്സേ, നിങ്ങൾക്ക് വന്നോ? ചോദിക്കുകയാണ്. ഇല്ല. അല്ലോ. എന്നാൽ സമൂഹമേ, അല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാൻ, അല്ലാഹു വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ത്വരീഖത്ത് പ്രചരിപ്പിക്കുന്നത്. കിടക്കട അവിടെ. ദീനിന്റെ എതിരുള്ള പ്രയോഗമാണ് ആ പറഞ്ഞത്. അല്ലാഹു അറിയാത്ത ദീനാണ് നീ പറഞ്ഞത്. അല്ലാഹ് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു വ്യക്തി വരണമത്രേ. സുബ്ഹാനല്ലാഹ്. അയിമ്മത്ത് മുഴുവനും പറഞ്ഞതിന്റെ എതിര് ഒരു വലിയ ജീവി തടിച്ചു കൊഴുത്തിട്ട് ആകാശം മുട്ടുന്ന രൂപത്തിൽ ഒരു ഭീകര ജന്തു എന്നിട്ട് വരണോ അല്ലാഹു. സുബ്ഹാനല്ലാഹ്. ലൈസ കമിസ്ലിഹി ശൈഉൻ. നീ നിന്റെ മനസ്സിൽ ഏത് രൂപം കൊണ്ടുവന്നാലും അത് പടച്ചവനല്ല. അങ്ങനെ മനസ്സിലാക്കിയവൻ കാഫിറാണ്. തർക്കമില്ല സഹോദരന്മാരെ. മുജസ്സിമത്ത് കാഫിറാണ്. അല്ലാഹുവിന് നമ്മെ പോലെ രൂപങ്ങളുണ്ടെന്ന് വിശ്വസിച്ചവൻ കാഫിറാണെന്നത് തർക്കമില്ല. സൂറത്തൻ യലീഖു ബിഹി, ഇസ്മൻ യലീഖു ബിഹി എന്ന് പറഞ്ഞവരിൽ തർക്കമുണ്ട്. നമ്മെപ്പോലെ തടിയും രൂപവുമുണ്ട്, മനസ്സിലൊക്കെ വരാൻ പറ്റിയൊരു രൂപമുണ്ട് എന്ന് പറഞ്ഞവൻ ഇസ്ലാമിന്റെ പുറത്താണെന്നതിൽ തർക്കമില്ല. ജമ്മുൽ ജമാഅത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ ബന്നാനി പറഞ്ഞതായി കാണാം. നമ്മൾ മനസ്സിലാക്കണം. ഇതാപ്പ നൂരിഷ തരീഖത്ത് നമ്മൾ മനസ്സിലാക്കണം. നൂരിഷ തങ്ങൾ ഇതാണോ പ്രചരിപ്പിച്ചത് എനിക്കറിയില്ല. ഇയാളെ പ്രസംഗം ഞാൻ കേട്ടതാ, എനിക്കത്ര അറിയില്ല. വഹാബിയാവനാണ് ഇതിലേറെ നല്ലത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനുള്ള ത്വരീഖത്തുകളാണല്ലോ മനുഷ്യന്റെ ഈമാൻ ഇങ്ങനെ പഴപ്പിച്ചത്. റബ്ബേ, സ്വപ്നം കാണും. സ്വപ്നം കൊണ്ടൊരു കഥയപ്പോ ത്വരീഖത്തിന്റെ മിനിമം പരിപാടി തരാം. നബിനെ കാട്ടിക്കൊടുത്തു. ശരി, സിമ്പിൾ കേസാ. റസൂൽ വരിക, സംസാരിക്കുക, അവന്റെ ജീവന്റെ ആള്, എളുപ്പം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കുറച്ച് പണിയുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതുകൊണ്ട് ത്വരീഖത്തിന്റെ ആണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ശരീഅത്തിന്റെ എതിര് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ത്വരീഖത്തിന്റെ ആളല്ല. എന്നാൽ ശരീഅത്തൊക്കെ പൂർണ്ണമാണ്. വടകര മുഹമ്മദ് ഹാജി തങ്ങളെ പോലെ, മടവൂരിനെ പോലെ, AP ഉസ്താദിനെ പോലെ, കരിങ്കപ്പാറ ഉസ്താദിനെ പോലെ കഴിഞ്ഞ മഹാന്മാർക്ക്, ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, അവര് റസൂലുള്ളാഹിനെ കണ്ടു, അവരിലൂടെ നാം റസൂലുള്ളാഹിനെ കണ്ടു, അത് സത്യമായി വിശ്വസിക്കാം. അല്ലാഹു തആലയുടെ ഔലിയാക്കൾ പല ദശയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതൊക്കെ വിഷയങ്ങളായി ഓരോ വിഷയങ്ങൾ ഓരോ ദിവസങ്ങൾ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മളൊരു പടയോട്ടം നടത്തുന്നു വിഷയങ്ങളിലൂടെ. ജീലാനി തങ്ങളെ മുമ്പിലേക്കെത്തി. ജീലാനി തങ്ങളെ മുമ്പിലെത്തിയപ്പോ ജീലാനി തങ്ങള് മരുന്ന് ഇവിടെ ഉണ്ടല്ലോ, മൂപ്പര് ഈ ഷർട്ട് ഇട്ടിക്കണ്, എന്നിട്ട് കാത്തിരിക്കുക. അവൻ വരണ, ഇവൻ ചികിത്സക്ക് വരണേ കാത്തിരിക്ക. മോനെ ഹദാ കഫനുൽ മൗത്ത്, ഹദാ കഫനുൽ മൗത്ത്, ഹദാ കഫനുൽ മൗത്ത്. ഇത് ഒരു മരിച്ച തടിയാണ്. ഈ തടിയെ പറ്റി നിനക്കറിയുമോ? കൊല്ലങ്ങളെ ചുറ്റി നടന്ന് റബ്ബിന്റെ ഇബാദത്തിലായിട്ട് മരത്തിയെടുത്ത ശരീരമാണ്. ഈ ശരീരത്തിൽ ഒരു ഷർട്ടിട്ടത് ഒരു കഫൻ തുണിയോട് തുല്യമാണ്. അല്ലാ യുഹസ്സനു കഫനുൽ മൗത്ത്. ഈ കഫൻ തുണിയൊന്ന് നല്ലത് വാങ്ങിയപ്പോഴേക്കും നീ എന്റെ നേരെ തിരിഞ്ഞല്ലോ. എനിക്ക് മാപ്പ് തരണേ, എനിക്കിങ്ങൾ അറിയില്ല. സാരില്ല, പൊരുത്തപ്പെട്ടു കൊടുത്തു. ആണി അങ്ങ് തെറിച്ചുപോയി. ഖലാഇദുൽ ജവാഹിർ ബി മനാഖിബ് ബിശൈഖ് അബ്ദുൽ ഖാദിർ ഇമാം, അതിന്റെ മുസന്നിഫിന്റെ പേര് ഞാൻ മറന്നുപോയി, ആ കിതാബിൽ കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അതൊന്നും ഒരു വിഷയമല്ല. വലിയ വണ്ടികളിൽ സഞ്ചരിക്കുക, അതൊന്നും ഒരു വിഷയമായി കണക്കൂട്ടരുത്. അതൊക്കെ അല്ലാഹു തആല സന്ദർഭത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുക്കണം. ഔലിയാക്കന്മാർ പല രൂപത്തിലുണ്ടായിരിക്കും. നമുക്ക് അവരെ പറ്റിയൊന്നും അറിയില്ല. ബിദ്അത്തുകാരെ എല്ലാ നിലക്കും എതിർത്ത് ജീവിക്കുന്നവരായിരുന്നു ഔലിയാക്കൾ. അവരെതിരിൽ സന്ധിയില്ല സമരം ചെയ്തവരാണ് ഔലിയാക്കൾ. ഞാൻ ഈ പറഞ്ഞ വഹാബി ജമാഅത്ത് മൗദൂദിയൊക്കെ ഉണ്ടല്ലോ, ഒരു തെറ്റാ ഞാൻ പറഞ്ഞത്. അവരും നമ്മളും കൂടി എത്ര വിഷയത്തിൽ അകൽച്ചയുണ്ടെന്ന് അറിയോ? ചില നാടന്മാർ പറയാം, അതിപ്പോ ഒരു ഒരു കൈയിട്ടിനും അതിപ്പോ അനഫികൾ ഇവിടല്ലേ ഇട്ടിന്, മറ്റൊരു ഇവിടല്ലേ ഇട്ടിന്. അതിപ്പോ ഒരു ഇസ്തിഹാസ കുത്തുബിയത്ത് ചെല്ലാണ്ടായിരുന്നിട്ട് ഇപ്പത്തെ ചെല്ലണം നിർബന്ധിട്ടുണ്ടോ? മൂപ്പർക്ക് ഒരു ആനപ്പുറത്ത് പൊട്ടം കടിച്ചായിരുന്നു. ചില ആചാര്യന്മാരുണ്ടാവും ഇങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ മറ്റേ അരപ്പട്ടം കെട്ടിയിട്ട് വന്നിട്ട് എന്താ ഏപ്പിക്കാര് മൂപ്പരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പരിങ്ങനെ റസൂലുള്ളാഹിന്റെ മർത്തബയിൽ ഇങ്ങനെ സംസാരിക്കും. ദീനിനെ സംബന്ധിച്ച് ആ പിശാചിന് അറിയില്ല. എന്നിട്ട് ഇങ്ങനെ ഇരുന്നുണ്ട് പറയും, നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ വരുന്ന കാലത്ത് ഇപ്പോഴല്ലേ AP വന്നത്. മൂപ്പരിപ്പോ ഇവിടെ ആദിലബിയുടെ കാലത്തെ ഉണ്ട്. ഇപ്പോഴല്ലേ മൂപ്പരിപ്പോ ഇവിടെ അങ്ങനെ വന്നിട്ട് ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു ഫാത്തിഹന്റെ അർത്ഥം അവൻ അറിയില്ല. എന്നിട്ടാണ് ഇപ്പൊ ഈ തഫ്സീറുകൾ, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് നോക്കിയ തഫ്സീറുകൾ, ഞാൻ വിദ്യാർത്ഥിയാവുന്ന കാലത്ത് മൂപ്പര് നോക്കിയ തഫ്സീറിന്റെ എണ്ണം എത്ര അറിയോ?